എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇനി വരാനിരിക്കുന്ന ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പോൾ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാമിന്റെ സിലബസ് എന്താണ്, ഏത് രീതിയിൽ പഠിക്കണം, അതുപോലെ തന്നെ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, MLTയുടെ ക്ലാസ്സുകൾ. അപ്പോൾ അതെല്ലാം കൂടെ നമ്മളൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുന്നത്തെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ താഴെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് കൊടുത്തേക്കാം, കയറി ചെക്ക് ചെയ്ത് നോക്കി വീഡിയോസ് കാണുക. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കെമിക്കൽ എക്സാമിനേഷൻ ഓഫ് യൂറിൻ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് ക്ലിനിക്കൽ പാത്തോളജി, അതിൽ ഫിസിക്കൽ എക്സാമിനേഷൻ ഓഫ് യൂറിൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് നോക്കുന്നത് കെമിക്കൽ എക്സാമിനേഷൻ ഓഫ് യൂറിൻ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈകാതെ തന്നെ ക്ലാസ്സിലോട്ട് കിടക്കാം. അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോഴാണ് നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. കൂടാതെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്താണെന്നുള്ളത് താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. പിന്നെ നമ്മൾ ക്ലാസ്സുകൾ കഴിഞ്ഞ് നോട്ട്സ് എല്ലാം ടെലഗ്രാം വഴിയാണ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ടെലഗ്രാമിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ നോക്കുക, കെമിക്കൽ എക്സാമിനേഷൻ ഓഫ് യൂറിൻ ആണ്. Chemical examination of urine is done to detect presence or absence of certain constituents which reflects disease state of body. ഓക്കെ, അപ്പോൾ എന്താണ് കെമിക്കൽ എക്സാമിനേഷൻ ഓഫ് യൂറിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡിറ്റക്ട് ദി പ്രസൻസ് or absence of certain constituents which reflects disease state of body. നമ്മുടെ ശരീരത്തിൽ അസുഖങ്ങൾ ഉണ്ടാവാൻ കാരണമാകുന്ന ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ പ്രസൻസോ അല്ലെങ്കിൽ ആബ്സെൻസോ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കെമിക്കൽ എക്സാമിനേഷൻ ഓഫ് യൂറിൻ ചെയ്യുന്നത്. ദ പാരാമീറ്റേഴ്സ് ഇൻക്ലൂഡ്സ്, അപ്പോൾ ഈ കെമിക്കൽ എക്സാമിനേഷൻ ഓഫ് യൂറിനിൽ വരുന്ന പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്? പ്രോട്ടീൻ, ഷുഗർ, കീറ്റോൺ ബോഡീസ്, ബ്ലഡ്, ബൈൽ പിഗ്മെന്റ്സ്, ബൈൽ സോൾട്ട്സ് ആൻഡ് യൂറോബിലിനോജൻ. ഇത്രയുമാണ് ഇതിൽ വരുന്ന കെമിക്കൽ എക്സാമിനേഷൻ ഓഫ് യൂറിനിൽ വരുന്ന പാരാമീറ്റേഴ്സ്. പ്രോട്ടീൻ, ഷുഗർ, കീറ്റോൺ ബോഡീസ്, ബ്ലഡ്, ബൈൽ പിഗ്മെന്റ്സ്, ബൈൽ സോൾട്ട്സ് ആൻഡ് യൂറോബിലിനോജൻ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. Conventional test methods are commonly employed. Reagent test strips are commercially available and recently used. അപ്പോൾ reagent test strips, dipsticks ഒക്കെയാണ് നമ്മൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൽ ഓരോന്നായിട്ട് ഓരോ പാരാമീറ്റേഴ്സ് ആയിട്ട് നോക്കാം. ആദ്യത്തേത് പ്രോട്ടീൻസ്. Normally, very small amount of protein is excreted and is not detectable by routine qualitative test methods. അതായത് നമുക്ക് നോർമലായിട്ട് സ്മോൾ എമൗണ്ട് ഓഫ് പ്രോട്ടീൻ ആണ് എക്സ്ക്രീറ്റ് ചെയ്യുള്ളൂ. യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് സ്മോൾ എമൗണ്ട് ഓഫ് പ്രോട്ടീൻ ആണ്. അതായത് ഇപ്പോൾ 100 mg/day ഒക്കെയാണ് എക്സ്ക്രീറ്റ് ചെയ്ത് പോകത്തുള്ളൂ. പ്രോട്ടീനൂറിയ ഈസ് ദ ടേം യൂസ്ഡ് ഫോർ ഇൻക്രീസ്ഡ് പ്രോട്ടീൻ എക്സ്ക്രീഷൻ ഇൻ യൂറിൻ. ഇപ്പോൾ നമുക്ക് നോർമലി വരുന്നത് 100 mg/day ആണെന്ന് പറഞ്ഞു. ഇനി അതിൽ കൂടുതലായിട്ട് എക്സസ് ഓഫ് പ്രോട്ടീൻ എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയെ പറയുന്ന പേരാണ് പ്രോട്ടീനൂറിയ. Commonly found protein in urine is albumin. യൂറിനിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന പ്രോട്ടീൻ ഏതാണ്? ആൽബുമിൻ ആണ്, പഠിച്ചിരിക്കണം. സോ ഇറ്റ് ഈസ് ഓഫൺ ടേംഡ് ആസ് ആൽബുമിനൂറിയ. അപ്പോൾ ആൽബുമിൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ് യൂറിനിൽ കോമൺ ആയിട്ട് കാണുന്നത് എന്നതുകൊണ്ട് ഇങ്ങനെ എക്സസ് ആയിട്ട് ഇത് പുറത്തോട്ട് പോകുന്ന അവസ്ഥയെ പറയുന്നത് ആൽബുമിനൂറിയ എന്നും കൂടെ പറയാറുണ്ട്. പ്രോട്ടീനൂറിയ ഈസ് seen in kidney diseases such as നെഫ്രോട്ടിക് സിൻഡ്രോം, മൾട്ടിപ്പിൾ മെലോമ, കെമിക്കൽ പോയ്സൺസ്. പ്രോട്ടീനൂറിയ കൂടുതലായിട്ട് കാണപ്പെടുന്നത് എങ്ങനെയുള്ള ആളുകളിലാണ്? കിഡ്നി ഡിസീസസ് ഉള്ള, നെഫ്രോട്ടിക് സിൻഡ്രോം, മൾട്ടിപ്പിൾ മൈലോമ, കെമിക്കൽ പോയ്സൺസ് തുടങ്ങിയ കിഡ്നി പ്രോബ്ലംസ് ഉള്ള ആളുകളിലാണ് ഈ പ്രോട്ടീനൂറിയ, അതായത് എക്സസ് ഓഫ് പ്രോട്ടീൻ യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യുന്നു. ആ ഒരു അവസ്ഥയാണ് പ്രോട്ടീനൂറിയ. അതുണ്ടാവുന്നത് ഈ പറഞ്ഞ രോഗങ്ങളൊക്കെ ഉള്ളവരിലാണ്. നെഫ്രോട്ടിക് സിൻഡ്രോം, മൾട്ടിപ്പിൾ മൈലോമ, കെമിക്കൽ പോയ്സൺസ് ഒക്കെ തുടങ്ങിയ ഉള്ളവയിലാണ് ഇങ്ങനെ കാണപ്പെടുന്നത്. ഓക്കെ, ഇനി ഈ പ്രോട്ടീൻ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് ഡിറ്റക്ഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ദ മെത്തേഡ്സ് ആർ ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് precipitation ഓഫ് പ്രോട്ടീൻ ബൈ കെമിക്കൽ ഏജൻസ് ഓർ കൊയാഗുലേഷൻ ബൈ ഹീറ്റ്. അതായത് ഇവിടെ നമുക്ക് പ്രോട്ടീൻ എന്താണ്, precipitation ഓഫ് പ്രോട്ടീൻ ആണ് മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതിൽ വരുന്ന മെത്തേഡാണ് ഹീറ്റ് ആൻഡ് അസറ്റിക് ആസിഡ് മെത്തേഡ്, സൾഫോ സാലിസിലിക് മെത്തേഡ്, റിയേജന്റ് ടെസ്റ്റ് സ്ട്രിപ്സ് ലൈക്ക് ആൽബസ്റ്റിക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ മെത്തേഡിന്റെ പേര് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ മെത്തേഡ് എന്താണ്, എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഹീറ്റ് ആൻഡ് അസറ്റിക് ആസിഡ് മെത്തേഡ്, സൾഫോ സാലിസിലിക് ആസിഡ് മെത്തേഡ്, റിയേജന്റ് ടെസ്റ്റ് സ്ട്രിപ്സ് ലൈക്ക് ആൽബസ്റ്റിക്സ്. ഈ 3 മെത്തേഡാണ് പ്രോട്ടീൻ ഡിറ്റക്ഷനിൽ വരുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം.
നോക്കുക, കെമിക്കൽ എക്സാമിനേഷൻ ഓഫ് യൂറിൻ പ്രോട്ടീൻ ഡിറ്റക്ഷൻ. നോക്കുക, ഇവിടെ പ്രോട്ടീൻ ഡിറ്റക്ഷൻ്റെ മെത്തേഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മാത്രം പഠിച്ചാൽ മതി. ഇതിൻ്റെ PDF ഞാൻ ഇട്ട് തന്നേക്കാം കേട്ടോ. അവിടെ നമുക്ക് മെത്തേഡിൻ്റെ പേര് മാത്രമേ പറയുള്ളൂ. ജസ്റ്റ് നമുക്കതൊന്ന് നോക്കി പോകാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ വാട്ട് ഈസ് ദ നോർമൽ റേഞ്ച് ഓഫ് യൂറിൻ പ്രോട്ടീൻ? യൂറിൻ പ്രോട്ടീൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത്, നോർമൽ റേഞ്ച് ഓഫ് യൂറിൻ പ്രോട്ടീൻ ഈസ് ലെസ് ദാൻ 150 mg per 24 hours സാമ്പിൾ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 100 ml എത്രയാണ് ഒരു ദിവസം. അപ്പോൾ 150 mg കുറവാണ് 24 മണിക്കൂർ സാമ്പിളിൽ വരുന്നത്. വാട്ട് ടൈപ്പ് ഓഫ് സാമ്പിൾ ഈസ് പ്രിഫേർഡ് ഫോർ യൂറിൻ പ്രോട്ടീൻ എക്സാമിനേഷൻ? യൂറിൻ പ്രോട്ടീൻ എക്സാമിനേഷന് എങ്ങനെയുള്ള സാമ്പിളാണ് കളക്ട് ചെയ്യുന്നത്? ഏർലി മോർണിംഗ് സാമ്പിൾ ഈസ് പ്രിഫേർഡ്. ഏർലി മോർണിംഗ് സാമ്പിളാണ് വേണ്ടത്. വാട്ട് ആർ ദ ഗ്രേഡ്സ് ഓഫ് പ്രോട്ടീനൂറിയ? പ്രോട്ടീനൂറിയയുടെ ഗ്രേഡ്സ് എന്ന് പറയുന്നത്, മൈൽഡ് പ്രോട്ടീനൂറിയ എന്ന് പറയുന്നത് ലെസ് ദാൻ 500 mg, മോഡറേറ്റ് എന്ന് പറയുന്നത് അപ് ടു 4 gram per day, ഹെവി പ്രോട്ടീനൂറിയ എന്ന് പറയുന്നത് മോർ ദാൻ 4 gram per day ആണ്. ഓക്കെ, അതൊന്ന് പഠിച്ചു വയ്ക്കുക. പ്രോട്ടീനൂറിയ എന്ന് പറഞ്ഞാൽ എക്സസ് ഓഫ് പ്രോട്ടീൻ എക്സ്ക്രീറ്റ് ചെയ്യാണെന്ന് പറഞ്ഞു. അതിൽ മൈൽഡ് പ്രോട്ടീനൂറിയ എന്ന് പറയുമ്പോൾ 500 mg ആണ്. മോഡറേറ്റ് പ്രോട്ടീനൂറിയ എന്ന് പറയുമ്പോൾ 4 gram per day ആണ്. ഹെവി പ്രോട്ടീനൂറിയ എന്ന് പറയുന്നത് എന്താണ്? മോർ ദാൻ 4 gram per day ആണ്. ഇനി വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ് ഫൗണ്ട് ഇൻ യൂറിൻ? യൂറിനിൽ കാണപ്പെടുന്ന പലതരത്തിലുള്ള പ്രോട്ടീൻ നമ്മൾ പറഞ്ഞു. കോമൺ ആയിട്ട് കാണപ്പെടുന്നത് ആൽബുമിൻ ആണ്. ആൽബുമിൻ അല്ലാതെ പിന്നെ എന്തൊക്കെ കാണും? ആൽബുമിൻ, ഗ്ലോബുലിൻ, മ്യൂസിൻ, ബ്ലഡ് പ്രോട്ടീൻസ് അതായത് ഹീമോഗ്ലോബിൻ, ബെൻസ് അതായത് ജോൺസ് പ്രോട്ടീൻസ്. ഇത്രയാണ് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത് യൂറിനിലുള്ളത്. വാട്ട് ആർ ദ ടെസ്റ്റ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് പ്രോട്ടീൻ? നമ്മളിപ്പോൾ പറഞ്ഞു ഹീറ്റ് കൊയാഗുലേഷൻ ടെസ്റ്റ്, ഹെലേഴ്സ് നൈട്രിക് ആസിഡ് ടെസ്റ്റ്, സൾഫോ സാലിസിലിക് ആസിഡ് ടെസ്റ്റ്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് ഹീറ്റ് ആൻഡ് അസറ്റിക് ആസിഡ് ടെസ്റ്റും സൾഫോ സാലിസിലിക് ആസിഡ് ടെസ്റ്റും പിന്നെ നമ്മൾ ഡിപ്സ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് അതുമാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ ഓരോ ടെസ്റ്റായിട്ട് നമുക്ക് നോക്കാം. ഇവിടെ വരുന്ന പ്രോട്ടീൻ റിയേജൻ്റ് സ്ട്രിപ്പ് ടെസ്റ്റ് അത് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മൂന്നും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ഹീറ്റ് കൊയാഗുലേഷൻ ടെസ്റ്റാണ്. നമ്മൾ പറഞ്ഞില്ലേ കൊയാഗുലേഷൻ ഹീറ്റ് ആൻഡ് അസറ്റിക് ആസിഡ് മെത്തേഡ് എന്ന് പറഞ്ഞു, അതിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ ഹീറ്റ് കൊയാഗുലേഷൻ ടെസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജൻ്റ് ഏതാണ്? അസറ്റിക് ആസിഡ് ആണ്. അതാണ് അത് ഹീറ്റ് ആൻഡ് അസറ്റിക് ആസിഡ് മെത്തേഡ് എന്ന് പറഞ്ഞത്. നമ്മളവിടെ റിയേജൻ്റ് എത്രയാണ് ആഡ് ചെയ്യുന്നത്? 3% ഓഫ് അസറ്റിക് ആസിഡ് ആണ് റിയേജൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞു എന്താണ്? പ്രോട്ടീൻസ് ആർ കൊയാഗുലേറ്റഡ് ഓൺ ഹീറ്റിംഗ് പ്രോട്ടീൻ പ്രസിപ്പിറ്റേഷൻ ആണ് പ്രിൻസിപ്പിൾ. പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കുക. ഫിൽ 3/4 ഓഫ് ദ ടെസ്റ്റ് ട്യൂബ് വിത്ത് യൂറിൻ. യൂറിൻ്റെ ടെസ്റ്റ് ട്യൂബിൽ യൂറിൻ എത്ര? 3/4 നിറയ്ക്കുക. ഹീറ്റ് അപ്പർ പാർട്ട് ഓഫ് ദി ട്യൂബ് വിത്ത് യൂറിൻ. യൂറിൻ വെച്ചിട്ടുള്ള അപ്പർ പാർട്ട് എന്ത് ചെയ്യുക? ഹീറ്റ് ചെയ്യുക. കൊയാഗുലം ക്യാൻ ബി ഫോംഡ് ഡ്യൂ ടു പ്രോട്ടീൻസ്, ഫോസ്ഫേറ്റ്സ് ഓർ യൂറേറ്റ്സ്. കൊയാഗുലം ഉണ്ടാവും. ഇനി അത് പ്രോട്ടീൻസ് ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അസറ്റിക് ആസിഡ് ഒഴിക്കണം. എത്ര? ആഡ് 3 or 4 drops. 3 to 4 drops ഓഫ് 3% അസറ്റിക് ആസിഡ് ആഡ് ചെയ്യണം. അങ്ങനെ ആ കൊയാഗുലം ഉണ്ടായത് പെർസിസ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് എന്തിന്റെ പ്രസൻസ് ആണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രോട്ടീൻസ്. ആൻഡ് ഇഫ് ഇറ്റ് ഡിസപ്പിയേഴ്സ്, കൊയാഗുലം ഉണ്ടാവുന്നത് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്, അസറ്റിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രോട്ടീൻസിന്റെ പ്രസൻസ് ആണ്. ആ കൊയാഗുലം ഡിസപ്പിയർ ചെയ്യുകയാണെങ്കിൽ അത് ഫോസ്ഫേറ്റ്സിന്റെ പ്രസൻസ് ആണ്. അപ്പോൾ നമുക്കിവിടെ പ്രോട്ടീൻസിന്റെ ആയതുകൊണ്ട് നമ്മൾ പ്രോട്ടീൻസിന്റെ പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മൾ അതിലോട്ട് 3 to 4 drops എന്ത് ഒഴിക്കും? 3% അസറ്റിക് ആസിഡ് ഒഴിക്കും. കൊയാഗുലം പെർസിസ്റ്റ് ചെയ്യും. അപ്പോൾ പ്രോട്ടീൻസിന്റെ പ്രസൻസ് ആണെന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ അസറ്റിക് ആസിഡ് ഓവറായിട്ട് എക്സസ് ആയിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അതെന്താവും? അത് ഡിസോൾവ് ആകും. ഓക്കെ, അപ്പോൾ നമുക്ക് നെഗറ്റീവ് റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ അസറ്റിക് ആസിഡിൻ്റെ ആ ഒരു എത്രയാണ് എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. 3 to 4 drops ഓഫ് 3% അസറ്റിക് ആസിഡ് ആണ് ആഡ് ചെയ്യേണ്ടത്. കൊയാഗുലം പെർസിസ്റ്റ് ചെയ്യുവാണെങ്കിൽ പ്രോട്ടീൻ പ്രസന്റ് ആണ്. ഇത്രയാണ് വരുന്നത്. ഇനി ഇത് മ്യൂസിൻ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ നൈട്രിക് ആസിഡ് ആണ് ആഡ് ചെയ്യുക. അത് നമുക്ക് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് നിങ്ങൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. അടുത്തത് ഡിസ്ക്രൈബ് സൾഫോ സാലിസിലിക് ആസിഡ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് പ്രോട്ടീൻസ്. സൾഫോ സാലിസിലിക് ആസിഡ് എന്ന് പറയുമ്പോൾ റിയേജന്റ് ആരാണ്? സൾഫോ സാലിസിലിക് ആസിഡ് ആണ്. 20% ആണ്. പ്രൊസീജിയർ എങ്ങനെയാണ്? ആസസ് ദ pH ഓഫ് യൂറിൻ ബൈ ലിറ്റ്മസ് പേപ്പർ. ആദ്യം നമ്മൾ യൂറിൻ്റെ pH നോക്കണം ലിറ്റ്മസ് പേപ്പർ വെച്ചിട്ട്. ഇഫ് ദ യൂറിൻ ഈസ് ആൽക്കലൈൻ ദെൻ ഇറ്റ് ഷുഡ് ബി ആസിഡിഫൈഡ്. ആൽക്കലൈൻ ആണെങ്കിൽ അതിനെ ആസിഡിഫൈഡ് ആക്കണം. 2 ml ഓഫ് ആസിഡിക് യൂറിൻ ഈസ് ടേക്കൺ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ടെസ്റ്റ് ട്യൂബിൽ എന്തെടുക്കണം? 2 ml ഓഫ് ആസിഡിക് യൂറിൻ എടുക്കണം. ടു ഇറ്റ് 2 ml ഓഫ് സൾഫോ സാലിസിലിക് ആസിഡ് റിയേജന്റ് ഇസ് ആസിഡ്. അപ്പോൾ സൾഫോ സാലിസിലിക് ആസിഡ് ടെസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ അതിലോട്ട് റിയേജന്റ് ആയിട്ട് 2 ml ഓഫ് സൾഫോ സാലിസിലിക് ആസിഡ് ആഡ് ചെയ്യണം. ഇഫ് ദ പ്രോട്ടീൻസ് ആർ പ്രസന്റ് ക്ലൗഡിനെസ് അപ്പിയേഴ്സ്. ഓക്കെ, പ്രോട്ടീൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലൗഡിനെസ് ഒരു ക്ലൗഡ് അവിടെ ഉണ്ടാവും, ക്ലൗഡിനെസ് ഉണ്ടാവും. ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെസ്റ്റ് ഈസ് സിമിലർ ടു ദി ഹീറ്റ് കൊയാഗുലേഷൻ ടെസ്റ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് സൾഫോ സാലിസിലിക് ആസിഡ് എന്ന് പറയുന്ന ടെസ്റ്റ്.
ഇനി അടുത്തത് റിയേജന്റ് സ്ട്രിപ്പ് മെത്തേഡാണ് നമ്മൾ പറഞ്ഞത്. സ്ട്രിപ്പ് വിത്ത് ടെസ്റ്റ് ഏരിയ ഇംപ്രഗ്നേറ്റഡ് വിത്ത് ഇൻഡിക്കേറ്റർ ടെട്രാബ്രോമോഫിനോൾ ബ്ലൂ ഓർ ടെട്രാബ്രോമോഫിനോൾ ഫെലീൻ അസറ്റിക് ആസിഡ് pH പേപ്പർ. ഇത്രയുമാണ് റിയേജൻസ് എന്ന് പറയുന്നത്. പ്രൊസീജിയർ എങ്ങനെയാണ്? pH ഓഫ് യൂറിൻ ഈസ് റെക്കോർഡഡ്. pH നോക്കുക. ഇത് ആൽക്കലൈൻ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ആസിഡിഫൈഡ് ബൈ ആഡിങ് ഫ്യൂ ഡ്രോപ്സ് ഓഫ് അസറ്റിക് ആസിഡ്. ആൽക്കലൈൻ ആണെങ്കിൽ അസിഡിക് ആക്കണം, അപ്പോൾ അതിന് അസറ്റിക് ആസിഡ് ആഡ് ചെയ്യുക. ദെൻ ദ സ്ട്രിപ്പ് ഈസ് ഡിപ്ഡ് ഇൻ ദി യൂറിൻ. യൂറിനിൽ എന്ത് ചെയ്യുക? ആ സ്ട്രിപ്പ് ഡിപ്പ് ചെയ്യുക. ഇഫ് ദ പ്രോട്ടീൻ ഈസ് പ്രസന്റ് ഇൻ യൂറിൻ കളർ ഓഫ് ദ സ്ട്രിപ്പ് വിൽ ബി ചേഞ്ച് ഡിപ്പെൻഡിങ് അപ്പോൺ ദി കോൺസെൻട്രേഷൻ ഓഫ് പ്രോട്ടീൻസ്. പ്രോട്ടീൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ച് സ്ട്രിപ്പിൻ്റെ കളർ ചേഞ്ച് ആവും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിലെ കളർ നോക്കിയിട്ടാണ് നമ്മൾ നോക്കുക. ലൈറ്റ് ബ്ലൂ കളർ ആണെങ്കിൽ മൈൽഡ് പ്രോട്ടീനോറിയ, ഗ്രീൻ ആണെങ്കിൽ മോഡറേറ്റ് പ്രോട്ടീനോറിയ, ഗ്രീൻ ബ്ലൂ ആണെങ്കിൽ സിവിയർ പ്രോട്ടീനോറിയ. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് സ്ട്രിപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ജസ്റ്റ് ആ മെത്തേഡുകളുടെ പേര് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഇതും കൂടെ പഠിച്ചു വെച്ചേക്കുക. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം. അപ്പോൾ നമ്മൾ പ്രോട്ടീൻ ഡിറ്റക്ഷൻ മെത്തേഡ് എന്താണെന്നുള്ളത് ഓരോന്നും നോക്കിയിട്ടുണ്ട്. അടുത്തത് ഷുഗർ ആണ്. ഗ്ലൂക്കോസ് ഈസ് ദി പ്രീഡോമിനൻറ്റ് ഷുഗർ ആൻഡ് ഈസ് നോർമലി ആബ്സെൻറ്റ് ഇൻ യൂറിൻ. ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് പ്രീഡോമിനൻറ്റ് ഷുഗർ ആണ്. അത് എന്താണ്? നോർമലി യൂറിനിൽ എന്താണ്? ആബ്സെൻ്റ് ആണെന്ന് പറഞ്ഞു. ദ റീനൽ ത്രഷോൾഡ് ഫോർ ഗ്ലൂക്കോസ് ഈസ് 180 mg%. ഓക്കെ, റീനൽ ത്രഷോൾഡ് ഫോർ ഗ്ലൂക്കോസ് എത്രയാണ്? 180 mg% ആണ്. If the blood sugar rises above renal threshold level, the glucose will appear in the urine as is called glycosuria. അപ്പോൾ if the blood sugar rises above the renal, ഇപ്പോൾ renal threshold level എത്രയാണെന്ന് നമ്മളിവിടെ പറഞ്ഞു. അതിനേക്കാളും മുകളിൽ ബ്ലഡ് ഷുഗർ കയറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് എന്താണ്? appear in the urine and is called ഗ്ലൈക്കോസൂറിയ. ഇതിന് മുകളിൽ പോകുമ്പോഴാണ് അതെന്താവുന്നത്? ഗ്ലൈക്കോസൂറിയ ആയിട്ട് മാറുന്നത്. മേജർ കോസ് ഓഫ് ഗ്ലൈക്കോസൂറിയ ഈസ് ഡയബറ്റിസ് മെലിറ്റസ്. ഡയബറ്റിസ് മെലിറ്റസ് ആണ് മെയിൻ ആയിട്ട് ഗ്ലൈക്കോസൂറിയയുടെ കാരണം. ട്രാൻസിയൻ ഗ്ലൈക്കോസൂറിയ ഈസ് സീൻ ഇൻ പ്രഗ്നൻസി സ്ട്രെസ്. അപ്പോൾ എന്താണ്? ട്രാൻസിയൻ ഗ്ലൈക്കോസൂറിയ എപ്പോഴാണ് കാണപ്പെടുക? പ്രഗ്നൻസിയുടെ സമയത്തോ സ്ട്രെസ്സിൻ്റെ ഒരുപാട് സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ട്രാൻസിയൻ ഗ്ലൈക്കോസൂറിയ കാണാൻ പറ്റും. മേജർ കോസ് എന്താണ് ഗ്ലൈക്കോസൂറിയയുടെ? ഡയബറ്റിസ് മെലിറ്റസ് ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ത്രഷോൾഡ് ലെവലിനേക്കാളും മുകളിൽ ബ്ലഡ് ഷുഗർ വരുന്ന അവസ്ഥയാണ് ഗ്ലൈക്കോസൂറിയ. അതിന് മെയിൻ കാരണം ഡയബറ്റിസ് മെലിറ്റസ് ആണ്. പിന്നീട് എവിടെയും കാണപ്പെടാറുണ്ട്? പ്രഗ്നൻസി ടൈമിലോ ഒരുപാട് സ്ട്രെസ്സൊക്കെ ഉണ്ടാകുന്ന സമയത്തോ ട്രാൻസിയൻ ഗ്ലൈക്കോസൂറിയ കാണാറുണ്ട്. അടുത്തത് മെത്തേഡ്സ് ഓഫ് ഡിറ്റക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പ്രോട്ടീൻ ഡിറ്റക്ഷൻ പഠിച്ചതുപോലെ ഷുഗർ ഡിറ്റക്ഷൻ ടെസ്റ്റ് ആണ് പറയുന്നത്. ഒന്നാമത് ബെനഡിക്സ് ടെസ്റ്റ്. ബെനഡിക്സ് ടെസ്റ്റ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കേട്ടിട്ടുള്ളതാണ്. വെൻ ബെനഡിക്സ് qualitative reagent is heated with urine, glucose present in urine reduces cupric ions present in the reagent to cuprous ion. Benedict's test ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? when Benedict's qualitative reagent is heated with urine, യൂറിനുമായിട്ട് Benedict's reagent ആഡ് ചെയ്തിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്ലൂക്കോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ, ഗ്ലൂക്കോസ് പ്രസന്റ് ഇൻ യൂറിൻ, യൂറിനിലുള്ള ഗ്ലൂക്കോസ് എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യുന്നു. എന്തിനെ? കുപ്രിക് അയോൺസ് പ്രസന്റ് ഇൻ ദി റിയേജന്റ് ടു കുപ്രസ് അയോൺസ്. റിയേജന്റിലുള്ള കുപ്രിക് അയോൺസിനെ കുപ്രസ് അയോൺസ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. ആൽക്കലൈൻ മീഡിയം ഈസ് പ്രൊവൈഡഡ് to the reaction by sodium carbonate present in reagent. Alkaline medium is provided to the reaction by sodium carbonate present in reagent. The color changes to, color എന്തായിട്ട് മാറും? green, yellow, orange or red according to the concentration of glucose in urine. യൂറിനിലുള്ള ഗ്ലൂക്കോസിന്റെ കോൺസെൻട്രേഷൻ അനുസരിച്ച് കളർ മാറും. ഗ്രീനോ യെല്ലോ ഓറഞ്ച് റെഡ് ഒക്കെ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത് ഷുഗറിന്റെ ടെസ്റ്റ് വരുന്നത്. ബെനഡിക്സ് ടെസ്റ്റ് ആണ് ഫസ്റ്റ് മെയിൻ ആയിട്ട്. പിന്നെ വരുന്നത് ഏതാ? റിയേജന്റ് ടെസ്റ്റ്, സ്ട്രിപ്സ് ലൈക്ക് ഗ്ലൂക്കോസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഒരു സ്ട്രിപ്പ് ടെക്സ്റ്റും കൂടി ഉണ്ട്. അതൊന്ന് ജസ്റ്റ് പഠിച്ചു വയ്ക്കാം. അടുത്തത് കീറ്റോൺ ബോഡീസ് ആണ്. കീറ്റോൺ ബോഡീസിന്റെ കാര്യം പറയുമ്പോൾ കീറ്റോൺ ബോഡീസ് ഈസ് എ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് 3 discrete but metabolically related chemicals: acetone, acetoacetic acid and beta hydroxy butyric acid. Ketone bodies is a term used to describe 3 discrete but metabolically related chemicals: acetone, acetoacetic acid and beta hydroxy butyric acid. ഇതെല്ലാം ചേരുന്നതാണ് ketone bodies എന്ന് പറയുന്നത്. Ketone bodies are spilled into urine and the presence of ketone body is urine in called ketonuria. അപ്പോൾ യൂറിനിലുള്ള കീറ്റോണിന്റെ പ്രസൻസ് ആണിത് കീറ്റോനൂറിയ എന്ന് പറയുന്നത്. Ketone bodies are detected in conditions such as diabetic
കീറ്റോ അസിഡോസിസ് ആൻഡ് സ്റ്റാർവേഷൻ. കീറ്റോൺ ബോഡീസ് എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്? ഏത് കണ്ടീഷനിലാണ്? ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് ആൻഡ് സ്റ്റാർവേഷൻ, ഈ രണ്ട് കണ്ടീഷനിലാണ് കീറ്റോൺ ബോഡീസ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഇനി മെത്തേഡ്സ് ഓഫ് ഡിറ്റക്ഷൻ ഓഫ് കീറ്റോൺ ബോഡീസ്. അവിടെ രണ്ട് ടെസ്റ്റ് ആണ് വരുന്നത്. ഒന്ന് റോത്തേറാസ് ടെസ്റ്റ്, അതായത് കീറ്റോൺ ബോഡീസ് ഫോം പർപ്പിൾ കളേർഡ് കോംപ്ലക്സസ് വിത്ത് സോഡിയം നൈട്രോപ്രസൈഡ് ഇൻ ആൽക്കലൈൻ മീഡിയം. ആൽക്കലൈൻ മീഡിയത്തിൽ എന്തുണ്ടാക്കുന്നു? പർപ്പിൾ കളേർഡ് കോംപ്ലക്സസ് ഉണ്ടാകുന്നു. എന്തുമായിട്ട് ചേർന്നിട്ട്? സോഡിയം നൈട്രോപ്രസൈഡ് ഇൻ ആൽക്കലൈൻ മീഡിയം. അടുത്തത് റിയേജന്റ് ടെസ്റ്റ് സ്ട്രിപ്സ് ലൈക്ക് കീറ്റോ സ്റ്റിക്സ്. എ ഫ്രഷ് യൂറിൻ സ്പെസിമെൻ ഈസ് ഓൾവേസ് പ്രിഫേർഡ് ഫോർ കീറ്റോൺ ബോഡി എസ്റ്റിമേഷൻ. ഓക്കെ, ഇതാണ് കീറ്റോൺ ബോഡീസിൽ വരുന്നത്. അടുത്തത് ബ്ലഡ് ആണ്. പ്രസൻസ് ഓഫ് ബ്ലഡ് ഇൻ യൂറിൻ ഈസ് കോൾഡ്, നമ്മൾ നേരത്തെ പഠിച്ചു, ഹെമറ്റൂറിയ അല്ലെ. ബ്ലഡ് ഇൻ യൂറിൻ എന്ന് പറയുന്ന അവസ്ഥയാണ് ഹെമറ്റൂറിയ. സീൻ ഇൻ കേസ് ഓഫ് നെഫ്രോലിത്തിയാസിസ്. ഓക്കെ, അതായത് യൂറിനറി കാൽക്കുലേ. ആൻഡ് ഇൻ മാലിഗ്നൻസി, മാലിഗ്നൻസിയിലും നെഫ്രോലിത്തിയാസിസ് എന്ന് പറയുന്ന അവസ്ഥയിലുമാണ് ഹെമറ്റൂറിയ കാണാൻ പറ്റുന്നത്. എന്താണ്? എ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ഓഫ് യൂറിൻ ഹെൽപ്സ് ടു കൺഫേം ദ പ്രസൻസ് ഓഫ് ഇൻടാക്ട് എറിത്രോസൈറ്റ്സ്. അതായത് നമ്മളൊരു മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ഓഫ് യൂറിൻ നടത്തിയാൽ എന്ത് കൺഫേം ചെയ്യാൻ പറ്റും? ദ പ്രസൻസ് ഓഫ് ഇൻടാക്ട് എറിത്രോസൈറ്റ്സ്. ഹെൽത്തി ഇൻഡിവിജ്വൽസ് നോർമലി വിൽ ഹാവ് നോ ഡിറ്റക്റ്റബിൾ ബ്ലഡ് ഇൻ ദയർ യൂറിൻ. ഹെൽത്തി ആയിട്ടുള്ള ഒരാളിൽ അല്ലേ നോർമലി എന്തുണ്ടാവില്ല? ബ്ലഡ് യൂറിനിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. ഇനി ബ്ലഡിൻ്റെ എന്താണ് ഡിറ്റക്ഷൻ, അതിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ്? ഒന്ന് ബെൻസിഡൈൻ ടെസ്റ്റ്, പിന്നെ റിയേജന്റ് ടെസ്റ്റ് സ്ട്രിപ്സ്. ഓക്കെ, ഹീം ഒക്കൾട്ട് ടെസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ബെൻസിഡൈൻ ടെസ്റ്റ് പഠിച്ചിരിക്കുക. ഇറ്റ് ഈസ് ദ ടെസ്റ്റ് ഫോർ ഒക്കൾട്ട് ബ്ലഡ്. ഇറ്റ് ഈസ് ഹൈലി സെൻസിറ്റീവ് ബട്ട് as benzidine is considered as the potent carcinogen, this test is no longer used now. ഓക്കെ, ബെൻസിഡിൻ ടെസ്റ്റ് പേരൊന്ന് പഠിച്ചിരിക്കുക. അടുത്തത് ബൈൽ പിഗ്മെന്റ്സ് ആണ്. These are breakdown products of hemoglobin excreted in bile. ബൈൽസിൽ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ഹീമോഗ്ലോബിൻ്റെ എന്താണ് ബ്രേക്ക് ഡൗൺ പ്രോഡക്ട്സിനെയാണ് ബൈൽ പിഗ്മെന്റ്സ് എന്ന് പറയുന്നത്. ദ ടു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബൈൽ പിഗ്മെന്റ്സ് ഏതൊക്കെയാ? ബിലിറൂബിൻ വിച്ച് ഈസ് ഓറഞ്ച് ഓർ യെല്ലോ ആൻഡ് ഇറ്റ് ഈസ് ഓക്സിഡൈസ്ഡ് ഫോം ബിലിവെറിഡിൻ വിച്ച് ഈസ് ഗ്രീൻ. അപ്പോൾ ബിലിവെറിഡിൻ ഗ്രീൻ കളറാണ്, ബിലിറൂബിൻ ഓറഞ്ച് ഓർ യെല്ലോ. നോർമലി ബൈൽ പിഗ്മെന്റ്സ് ആർ ആബ്സെന്റ് ഇൻ യൂറിൻ. യൂറിനിൽ ബൈൽ പിഗ്മെന്റ്സ് നോർമലി ആബ്സെന്റ് ആയിരിക്കും. പ്രസൻസ് ഓഫ് ബൈൽ പിഗ്മെന്റ്സ് ഇൻ ദ യൂറിൻ ഇൻഡിക്കേറ്റ്സ് എന്തൊക്കെയാണ്? ലിവർ ഡിസ്ഫങ്ഷൻ സച്ച് ആസ് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്. ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് പോലുള്ള അസുഖങ്ങളുടെ ഒരു സൂചനയാണ്, ഇൻഡിക്കേഷൻ ആണ് പ്രസൻസ് ഓഫ് ബൈൽ പിഗ്മെന്റ്സ് ഇൻ യൂറിൻ. ഫ്രഷ് യൂറിൻ സാമ്പിൾ ഷുഡ് ബി യൂസ്ഡ് ഫോർ ബിലിറൂബിൻ ഡിറ്റർമിനേഷൻ ബിക്കോസ് എക്സ്പോഷർ ഓഫ് യൂറിൻ ടു ലൈറ്റ് മേ കോസ് ലോസ് ഓഫ് ബൈൽ പിഗ്മെന്റ് ബൈ ഓക്സിഡേഷൻ ആൻഡ് ലെഡ്സ് ടു നെഗറ്റീവ് റിസൾട്ട്. അപ്പോൾ നമ്മൾ ബൈൽ പിഗ്മെന്റ്സിൻ്റെ ടെസ്റ്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രഷ് യൂറിൻ സാമ്പിൾ തന്നെ എടുക്കണം. ഇല്ലെങ്കിൽ അത് കൂടുതൽ എക്സ്പോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ എന്തുണ്ടാവും? നമുക്ക് നെഗറ്റീവ് റിസൾട്ടാണ് കിട്ടുക. അവിടെ ബൈൽ പിഗ്മെൻറ്റിൻ്റെ സംഭവം നമുക്ക് അതിൽ കാണാൻ പറ്റും. അപ്പോൾ എന്താണ്? നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഫ്രഷ് യൂറിൻ സാമ്പിൾ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ മെത്തേഡ് ഓഫ് ഡിറ്റക്ഷൻ ഓഫ് ബൈൽ പിഗ്മെന്റ്സ് എന്ന് പറയുന്നത് ഒന്ന് ഫോർചെറ്റ്സ് ടെസ്റ്റ് ആണ്. ബിലിറൂബിൻ ഈസ് ട്രീറ്റഡ് വിത്ത് ഫെറിക് ക്ലോറൈഡ് ഇൻ ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് ടു ഗീവ് ഗ്രീനിഷ് ബ്ലൂ കളർ. അപ്പോൾ ആ ടെസ്റ്റിൻ്റെ പേരൊന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. അവിടെ ഉണ്ടാകുന്ന കളറും പഠിച്ചു വയ്ക്കുക, ഗ്രീനിഷ് ബ്ലൂ കളർ. അടുത്തത് ബൈൽ സോൾട്ട്സ് ആണ്. ബൈൽ സോൾട്ട്സ് ആർ മെയ്ഡ് ഇൻ ദ ലിവർ ഫ്രം കൊളസ്ട്രോൾ ആൻഡ് ദീസ് ഹെൽപ്സ് ഇൻ ദ ഫാറ്റ്സ് അബ്സോർപ്ഷൻ. ബൈൽ സോൾട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? എവിടെയാണ് ഉണ്ടാകുന്നത്? മെയ്ഡ് ഇൻ ദ ലിവർ ആണ്. ഫ്രം കൊളസ്ട്രോൾ ആൻഡ് ദീസ് ഹെൽപ്സ് ഇൻ ദ ഫാറ്റ് അബ്സോർപ്ഷൻ. ഫാറ്റ് അബ്സോർപ്ഷനിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് ബൈൽ സോൾട്ട്സ്. അതെവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? മെയ്ഡ് ഇൻ ദ ലിവർ ഫ്രം കൊളസ്ട്രോൾ. സോഡിയം ടോറോക്കോലേറ്റ് ആൻഡ് സോഡിയം ഗ്ലൈക്കോക്കോലേറ്റ് ആർ ദ മേജർ ബൈൽ സോൾട്ട്സ്. ബൈൽ സോൾട്ട്സ് മെയിൻ ആയിട്ട് വരുന്നതാണ് സോഡിയം ടോറോക്കോലേറ്റും സോഡിയം ഗ്ലൈക്കോക്കോലേറ്റും. നോർമലി ബൈൽ സോൾട്ട്സ് ആർ നെഗറ്റീവ് ഇൻ യൂറിൻ. യൂറിനിൽ നെഗറ്റീവ് ആണ്, ഉണ്ടാവില്ല ബൈൽ സോൾട്ട്സ്. ദ പ്രസൻസ് ഓഫ് ബൈൽ സോൾട്ട് ഇൻ ദ യൂറിൻ ഇൻഡിക്കേറ്റ്സ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ലൈക്ക് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ആണ് ഉണ്ടാവുക. ബൈൽ സോൾട്ട്സ് യൂറിനിൽ നോർമലായിട്ട് ഉണ്ടാവില്ല. ഇനി അതെങ്കിൽ അതിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ആയിരിക്കും. ഇനി മെത്തേഡ്സ് ഓഫ് ബൈൽ സോൾട്ട്സ് ഡിറ്റക്ഷൻ എന്താണ്? ഹെയ്സ് ടെസ്റ്റ് ആണ്. ഹെയ്സ് ടെസ്റ്റ് അതായത് ബൈൽ സോൾട്ട്സ് വെൻ പ്രസന്റ് ലോവർ ദ സർഫസ് ടെൻഷൻ ഓഫ് യൂറിൻ. ബൈൽ സോൾട്ട്സ് ഉണ്ടെങ്കിൽ എന്താണ്? യൂറിൻ്റെ സർഫസ് ടെൻഷൻ കുറയുന്നു. വെൻ സൾഫർ പൗഡർ ഈസ് ആഡഡ് ടു ദ യൂറിൻ സൾഫർ പാർട്ടിക്കിൾസ് സിങ്ക് ടു ദി ബോട്ടം ഓഫ് ദി ട്യൂബ് ഇൻഡിക്കേറ്റ്സ്
പോസിറ്റീവ് റിസൾട്ട്. സൾഫർ പൗഡർ നമ്മൾ യൂറിനിലോട്ട് ആഡ് ചെയ്യുമ്പോൾ സൾഫർ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, ബോട്ടത്തിലോട്ട് സിങ്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്താണ് അതൊരു പോസിറ്റീവ് റിസൾട്ട് കാണിക്കാൻ പറ്റും. അടുത്തത് യൂറോബിലിനോജൻ. യൂറോബിലിനോജൻ മെജോറിറ്റി ഓഫ് ബൈൽ പിഗ്മെന്റ് derived from breakdown of hemoglobin is excreted in the stool, but small amounts are reabsorbed into the blood from the intestines and is excreted into the urine. Urobilinogen is formed in the intestines by bacterial action on bilirubin. യൂറോബിലിനോജൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇൻ ദ ഇൻഡസ്റ്റൈൻസിലാണ് ഉണ്ടാവുന്നത്. എങ്ങനെ? ബൈ ബാക്ടീരിയൽ ആക്ഷൻ ഓൺ ബിലിറൂബിൻ. ബിലിറൂബിനിലുള്ള ബാക്ടീരിയൽ ആക്ഷൻ കൊണ്ടാണ് ഇൻഡസ്റ്റൈൻസിൽ എന്തുണ്ടാവുന്നത്? യൂറോബിലിനോജൻ ഉണ്ടാവുന്നത്. യൂറോബിലിനോജൻ ഈസ് നോർമലി പ്രസന്റ് ഇൻ യൂറിൻ ഇൻ ലോ കോൺസെൻട്രേഷൻസ്. സാധാരണ രീതിയിൽ നമ്മുടെ യൂറിനിൽ ഒരു ചെറിയ കോൺസെൻട്രേഷനിൽ മാത്രമാണ് യൂറോബിലിനോജൻ ഉണ്ടാവത്തുള്ളൂ. എ ഫ്രഷ് സ്പെസിമെൻ ഈസ് എസെൻഷ്യൽ ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് യൂറോബിലിനോജൻ ആസ് ഇറ്റ് ഈസ് എ ലൈറ്റ് സെൻസിറ്റീവ് കോമ്പൗണ്ട്. ലൈറ്റ് സെൻസിറ്റീവ് കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ യൂറോബിലിനോജൻ എന്ന് പറയുന്നത് ലൈറ്റ് സെൻസിറ്റീവ് കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രഷ് സ്പെസിമെൻ വെച്ചിട്ട് ഡിറ്റക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. Positive test results help to detect liver diseases such as hepatitis, cirrhosis and hemolytic anemia. പോസിറ്റീവ് ടെസ്റ്റ് റിസൾട്ട്സ് നമുക്ക് എന്തൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂറോബിലിനോജൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്? ലിവർ ഡിസീസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ് ആൻഡ് ഹീമോലൈറ്റിക് അനീമിയ, ഇതെല്ലാം ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂറോബിലിനോജൻ ടെസ്റ്റ് സഹായിക്കും. ഇനി ഈ യൂറോബിലിനോജൻ ടെസ്റ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഓഫ് ഡിറ്റക്ഷൻ എന്താണ്? ഈ മെത്തേഡ് പഠിച്ചു വെക്കണം കേട്ടോ. എർലിച്ചസ് ടെസ്റ്റ് ആണ്. യൂറോബിലിനോജൻ ഫോംസ് എ ചെറി റെഡ് കോംപ്ലക്സ് വിത്ത് പാരാ ഡിമെഥൈൽ അൽമിനോ ബെൻസാൽഡിഹൈഡ് ഇൻ നോർമൽ യൂറിൻ ഓർ ഫർദർ ഡൈല്യൂഷൻ ഓഫ് സാമ്പിൾ. എ പോസിറ്റീവ് റിസൾട്ട് ഈസ് സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ ടെസ്റ്റിൻ്റെ പേര് പഠിച്ചു വയ്ക്കുക. ഓരോന്നും ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ മെത്തേഡ്സ്, ഡിറ്റക്ഷൻ മെത്തേഡ് ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് കെമിക്കൽ എക്സാമിനേഷൻ ഓഫ് യൂറിൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ഓഫ് യൂറിനും എല്ലാം പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ PDF ഞാൻ ടെലഗ്രാമിൽ ഇട്ട് തന്നേക്കാം. ഒന്നുകൂടെ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്